അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഈ അമ്പൽക്കുളം ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ചെടികളെ പറ്റിയൊക്കെ ഉണ്ടോ. ഈ ഒരു അമ്പൽ ഇതിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ അമ്പൽ വിരിയുന്നത് കാണാം കേട്ടോ. അപ്പോൾ അത് ഈ ഇതിൽ കുടുങ്ങി നിൽക്കുകയാണ്, ഈ നെറ്റിന് കുടുങ്ങി നിൽക്കുക. നമ്മളത് എല്ലാം കണ്ട് പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, അതാണ് വിരുന്നത്. ഇതിനൊരു വണ്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഈ അമ്പൽ ഇതിൽ ഫുള്ള് അമ്പലുണ്ട് കേട്ടോ. നമ്മൾ ഈ നെറ്റ് ഇങ്ങനെ പൊന്തിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി. ഇവിടെ ഇതിൽ ഗപ്പികൾ കണ്ടില്ലേ, നിറയെ ഗപ്പികളുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് മീനുകളൊക്കെ നമ്മൾ ഇതിൽ കൊടുന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഗപ്പിയുണ്ട്, ഗ്ലോ ഫിഷ് ഉണ്ട്, പിന്നെ പേരറിയാത്ത കുറേ കളറ് മത്സ്യങ്ങളുണ്ട് കേട്ടോ. ഇതിൽ കുറേ ഉണ്ട്. ഗപ്പികളാണ് ഇതിൽ നിറയെ ഉണ്ടായിട്ടുള്ളത്. ഇതുണ്ടല്ലോ, അത് തേനീച്ച ഒക്കെ വന്ന് ഈ തേൻ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഇതിൽ ഈ ഒരു അമ്പലിൽ ഒരുപാട് തേനുണ്ടാവും കേട്ടോ. ഈച്ചകൾക്ക് പിന്നെ കുറച്ച് അമ്പലുണ്ടെങ്കിൽ പിന്നെ നല്ല തേൻ കുടിക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ഈ നെറ്റ് ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ മൂടി വെക്കാം. ഇതുണ്ടല്ലോ അവിടെ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ റെഡ് പ്ലാന്റ് ഉണ്ട് കേട്ടോ. റെഡ് പ്ലാന്റിൻ്റെ സൈഡിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ പച്ച ഇതിൻ്റെ പേരറിയില്ല, ഇതൊക്കെ നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. വേണ്ടിയില്ലേ, നല്ല കളറുമാണ്. നമുക്ക് ഈ പച്ചയും ഈ ഇതും കൂടി ഇങ്ങനെ ഒരു മിക്സായിട്ട് ഇങ്ങനെ കളർ കാണുമ്പോഴേ ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതിൻ്റെ പിന്നെ ഒപ്പം ഈ ഇലച്ചെടിയും കൂടി ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് വേണ്ടിയില്ലേ. നമുക്ക് ഈ റെഡ് പ്ലാന്റ് പിന്നെ തൈകളുണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇവിടെ കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്തിട്ട് ഇത് ഒന്ന് മണ്ണിൽ അങ്ങോട്ട് വെച്ചാൽ മതി. പെട്ടെന്ന് പിടിക്കണ ഒരു ചെടിയാണിത് കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, കളറ് വേണ്ടിയില്ലേ. നമ്മൾ ചെറിയ ഇങ്ങനത്തെ ഒരു 2 കമ്പ് കൊടുന്നിട്ട് വെച്ചതാണ് കേട്ടോ. അത് ഇതിൻ്റെ ചുറ്റുപാട് ഇതിങ്ങനെ നട്ടിട്ട് ചുറ്റുപാട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് ഇത് പിന്നെ ഒന്ന് ചെത്തി പുല്ലൊക്കെ കളഞ്ഞ് ഇതിൻ്റെ അവിടെ കണ്ടില്ലേ, ഇത് ഈ കിയാർനെല്ലി പറഞ്ഞൊരു കളയാണിത്. ഇതൊക്കെ നമ്മൾ പറിച്ച് ഇതിന് ഈ പുല്ലുകൾ ഓരോ ഇതിൽ നിന്നും പുല്ലെടുത്ത് കളയണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിതിന് വളമിടുന്നത്. വളമിട്ട് കാര്യമുള്ളൂ. മറ്റേ ഈ പുല്ല് കൊണ്ട് കയറിയിട്ട് പുല്ലാണ് വളർന്നത്. ആകെ ഈ പുല്ലിൻ്റെ ഇടയിൽ വിട്ട് പിന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ആ ഭാഗത്ത്. അവിടെയൊക്കെ ഇപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ഇവിടെ നട്ടു കേട്ടോ. ഇതിങ്ങനെ മുറിച്ച് അതിൻ്റെ കമ്പ് കുത്തിയിട്ട് ഇങ്ങനെ ഉണ്ടായതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ പിന്നെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ ആ ഒരു ഭാഗം നമുക്കിങ്ങനെ അതുവരെ വെക്കണം. അപ്പോൾ ഇത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഈ പുല്ലിൻ്റെ സൈഡിൽ പിന്നെ ഈ ഒരു ചാല് വരുന്നുണ്ടല്ലോ, അതിൻ്റെ 2 ഭാഗത്തും കൂടി അതുവരെ അങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ നല്ലൊരു ഭംഗിയായി കാണും. അത് എല്ലായിടത്തും വെക്കണില്ല കേട്ടോ. നമ്മൾ ഈ ചാലിൻ്റെ 2 സൈഡിലും നമ്മൾ ഒരു ചെറിയ കുഴി എത്തിയിട്ട് ഒരു 8-10 ഇതിൻ്റെ ഈ തണ്ട് ഒരു ഭാഗത്താണ് കുഴിച്ചിട്ട് അങ്ങനെ ഒരു ഉണ്ടായിട്ട് ഇങ്ങനെ നിർത്താനുള്ളൊരു പരിപാടിയാണിത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അടുത്ത് തന്നെ കാണും കേട്ടോ. അപ്പോൾ ഈ ചെടികൾ നമ്മളിപ്പോൾ അത് നല്ല ഭംഗിയാക്കി ഇതിൻ്റെ ഈ സൈഡിലുള്ള ഈ കളകളൊക്കെ പറിച്ച് അതിന് വളമിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറാവും കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ സൈഡിൽ ഈ റെഡ് പ്ലാന്റ് ഒന്നും കൂടി വിപുലീകരിച്ച് വെക്കുക. അതുപോലെ തന്നെ അതിന് വളമിടുക. നമ്മൾ ഈ ചെടികളൊക്കെ എല്ലാ ചെടികളും ഇപ്പോൾ പൂവായിട്ടുണ്ട് കേട്ടോ. ഒരു തിലക്കൊന്ന് നമുക്ക് കാണിച്ചു തരാം. ഈ ഒരു പിന്നെ കടലാസ് ചെടി കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല പൂവായിട്ട് ഞാനത് പിന്നെ മുൻപ് ഞാനത് കാണിച്ചു തന്നാണ് കേട്ടോ. പിന്നെ ഈ കുളത്തിലത് കണ്ടില്ലേ, ഇതിന് നമ്മൾ വളമിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നല്ല ഉഷാറായതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ ഒരു കണ്ടില്ലേ കടലാസ് ചെടി നല്ല ഉഷാറാണ്. ഇതിന്മേ ഈ ഒരു കൊമ്പുമ്പോൾ തന്നെ 2 കളർ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഒരു കളറാണ്. ഇവിടെ ഈ ചെടി നല്ല പൂക്കളുണ്ട് കേട്ടോ.
പിന്നെ ഇവിടെ ചീരകളൊക്കെ പിന്നെ ചീര ഏകദേശമൊക്കെ പൂവിട്ട് നമുക്ക് ഇനി റീപ്ലാന്റ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മുളകൊക്കെ പറിച്ചിട്ടുണ്ട്. മുളക് കഴിഞ്ഞ് ചീര നമ്മൾ പിന്നെ റീപ്ലാന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ഇത് കണ്ടില്ല, ഒരു 10 മണി, വേറൊരു 10 മണിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ കടലാസ് ഇതൊക്കെ പൂവ് നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. കണ്ടില്ലേ, ഒക്കെ നല്ല പൂക്കളാണ് അത് കാണുന്നത്. പിന്നെ നീല, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച്, പിന്നെ അതുപോലത്തെ ഇത് നല്ല റെഡ് കളറാണ് കേട്ടോ. ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കമ്പുമ്മ ഇങ്ങനെ ഒന്നായിട്ടാണ് ഉണ്ടാവട്ടത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഇതിമ നിറയെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. കഴിയുമ്പോൾ കുറച്ച് പൂവുണ്ട്, ഇതിന് നമ്മളത് കാര്യമാക്കണ്ട. ഈ സീസൺ ആകുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വേറെ പൂവ് ഇങ്ങനെ വരുള്ളൂ. പിന്നെ സീസൺ കഴിയാൻ പിന്നെ ഒരുപാട് കാത്തിക്കേണ്ടി വരും. കണ്ടില്ലേ, ഇതൊക്കെ ഇത് ഇതിനൊരു പ്രത്യേക കളറാണ് കേട്ടോ. ഇത് ഈ പൂവിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ഇലയാണ് കേട്ടോ. ഇത് ഏതാണ് നടുവിൽ വെള്ള കാണുന്നതാണ് പൂവെന്ന് പറഞ്ഞത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു പ്രത്യേക കളറാണ് കേട്ടോ. അത് അതിൻ്റെ തന്നെ വേറെ ഒരു പിന്നെ കളർ. ഇതിന്മേൽ തന്നെ വെള്ളയും ചുവപ്പും ഒരൊറ്റ ചെടിമലാണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. അത് കാണിച്ചു തരാം. അത് കണ്ടില്ലേ, ഇതിപ്പോൾ ഈ ഒരു കമ്പുമ്മലാണ് വെള്ളയും ചുവപ്പും കൂടി വരുന്നത്. ഇത് എല്ലാ വീട്ടിലുള്ള ഇപ്പോൾ സുലഭമാണ്, ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇത് പിന്നെ നല്ല ഒരു പിന്നെ ഒരു നീല കളറാണ് കേട്ടോ. വയലറ്റ് കുറച്ച് ഇത് ഇതൊരു വലിയൊരു മരമാണ് കേട്ടോ. ഇത് നമ്മൾ വെട്ടി ഒക്കെ കറക്റ്റാക്കി ഇത് ചട്ടിയിലാണ് ഇട്ടത്. നല്ല വണ്ണമുള്ള ഒരു മരമാണ് ഇത്. നമ്മൾ കുറച്ചുകൂടി ഒരു വലിയൊരു ചട്ടിക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു വളർച്ച കിട്ടും. അപ്പോൾ അത് പ്രാവശ്യം ഒരു ചട്ടിക്ക് ആക്കണം. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഒരു 10 മണി, വെള്ള 10 മണി, ഇങ്ങനത്തെ ഒരു ഇലച്ചെടിയാണ് കേട്ടോ. ഇപ്പുറത്ത് കാണുന്നത് അത് ഇലച്ചെടി. ഇത് കണ്ടില്ല, ഇത് രണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഇലക്കുള്ളൊരു പിന്നെ കളർ ചേഞ്ച് നമുക്ക് കാണാം. ഇതൊരു മയിലിൻ്റെ ഒരു പീലിൻ്റെ ഒരു കളറാണ് വരുന്നത്. പിന്നെ ഇത് വേറൊരു ഇലച്ചെടിയാണ് കേട്ടോ. പിന്നെ നമ്മളെ യൂഫോർബിയ ഉണ്ട്. യൂഫോർബിയ നല്ല റെഡ് കളറായിട്ട് ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇത് കേട്ടോ. നല്ല മുള്ളൊക്കെ ഉണ്ട്, മുള്ള കുത്തുന്നത് ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ ഇത് കണ്ടില്ല, പിന്നെ 10 മണി ഇതിന് പല കളറും. അത് മഞ്ഞുണ്ട്, ചുവപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് വേറെ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ പൂ കണ്ടില്ല, ഒരു ട്രിപ്പ് കഴിഞ്ഞതാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഒരു ട്രിപ്പ് കഴിഞ്ഞതാണിത്. പിന്നെ ഇത് കണ്ടില്ല, ഇത് നല്ല തിക്കായിട്ട് ഇതിമ പൂവുണ്ടാവും കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ട് പൂവുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇനി നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കണ്ടില്ല, ആമ്പൽ പിന്നെ ഉണ്ടാകുന്നുണ്ടല്ലേ ചെറിയൊരു കുളത്തിൽ. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അടിയുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.